നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്തകൾ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന സംസ്ഥാന സർക്കാർ. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ നിവേദനത്തിന് മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടൂറിസം സാധ്യതകളുടെ പരിപോഷണം നാടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കോളപ്പറ കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും. NRCTയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രാജാക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ. മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ നിവേദനത്തിന് മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി ഗൂഢാലോചന കേസിൽ ദിലീപിനെ വെറുതെ വിട്ട വിചാരണ കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്നും ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണെന്നും അപ്പീൽ നൽകുന്നതിനുള്ള തീരുമാനത്തിൽ അതിജീവിത അനുകൂല നിലപാടാണ് സ്വീകരിച്ചതെന്നും അതിനാൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് തന്റെ നിയമ പോരാട്ടം തുടരുമെന്ന് ഗിന്നസ് മാടസ്വാമിയും വ്യക്തമാക്കി. 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. പക്ഷേ സർക്കാർ എൻ്റെ ആവശ്യം നിരാകരിച്ചിരിക്കുകയാണ്. കാരണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്പീൽ സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഈ കേസിൽ നേരിട്ട് ഇടപെടൽ നടത്തിയ വ്യക്തികൾക്കെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്നും ഈ കേസിൽ നിന്നും വെറുതെ വിട്ട നടൻ ദിലീപിനെതിരെ ആ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ എൻ്റെ ഭാഗത്തുനിന്ന് തുടരും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ടൂറിസം സാധ്യതകളുടെ പരിപോഷണം നാടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കോളപ്പറ കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇറിഗേഷൻ വകുപ്പ് ജലസേചന പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ടൂറിസം സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തുവാനാണ് ഇറിഗേഷൻ ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നാട്ടിലെ പ്രകൃതി വിഭവങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണം. വിഭവങ്ങളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെയാണ് നാട് വികസിക്കുകയുള്ളൂ. അതിന് ഉത്തമ ഉദാഹരണമാണ് കോളപ്പറ കാഞ്ഞാർ ടൂറിസം പദ്ധതി. സിനിമാ ചിത്രീകരണത്തിന് അനുയോജ്യമായ പ്രദേശമാണ് കോളപ്പറ. അതുകൊണ്ട് തന്നെ ഈ ടൂറിസം പദ്ധതി വലിയ മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ കാര്യക്ഷമതയെ വളർത്തിയെടുക്കുക, നമ്മൾ ജലസേചനം കൊടുക്കുക, കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമാക്കാതെ നമ്മുടെ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്താൻ ഒരു വകുപ്പിനെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ടൂറിസത്തിന്റെ രംഗത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു സംസ്ഥാനം. ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പ്രകൃതി സൗന്ദര്യം കൊണ്ടും ആയുർവേദ ചികിത്സാ രംഗത്തും പാരമ്പര്യ കലാരൂപങ്ങളുമെല്ലാം നമ്മുടെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളും സാഹചര്യവും കേരളത്തിലുണ്ട്. അതോടൊപ്പം പർവ്വത നിരകളും കായലുകളും സമുദ്രമൊക്കെ ചേർന്ന ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് പ്രയോജനകരമായിട്ടുള്ള വേണ്ട വിധത്തിൽ ഇത് പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇടുക്കിയുടെ ഓരോ പ്രദേശങ്ങളിലേക്കും സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചു കഴിഞ്ഞു. നാടിനുതകുന്ന ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഇത്തരം പദ്ധതികൾ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. KIIDC പ്രോജക്ട് കോർഡിനേറ്റർ സിജ വർഗീസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കോഴിക്കോട് FSIT റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് CEO VP ഹബീബ് റഹ്മാൻ പദ്ധതി വിശദീകരിച്ചു. കുടയത്തൂർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആഭിമുഖ്യത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളെ ആദരിക്കുകയും ചെയ്തു. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P ജേക്കബ്, KIIDC അഡീഷണൽ CEO ഷാജി ചന്ദ്രൻ, MVIP സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബാലശങ്കർ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സംഘാടക സമിതി പ്രസിഡന്റ് ഫ്രാൻസിസ് കരിമ്പാനി,
വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ തൊടുപുഴ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് ഇടുക്കി ചെറുതോണിയിൽ വൻ സ്വീകരണം നൽകി. ആയിരക്കണക്കിന് UDF പ്രവർത്തകർ പങ്കെടുത്ത സ്വീകരണ സമ്മേളനത്തിൽ മുതിർന്ന UDF നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെറുതോണിയിൽ പറഞ്ഞു. കടക്കണിയിൽ നിന്നും സംസ്ഥാനത്തെ കരകയറ്റും. കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. സംസ്ഥാന സർക്കാർ ജനങ്ങളോട് വലിയ ക്രൂരതയാണ് കാണിക്കുന്നത്. ഭൂപ്രശ്നങ്ങളിൽ ഇടുക്കിയിലെ ജനങ്ങളോട് കാണിച്ച വഞ്ചന ജനങ്ങൾ മറക്കില്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും UDF വിജയിച്ചു വരുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പുതിയുഗ യാത്രയ്ക്ക് ചെറുതോണിയിൽ ലഭിച്ച സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം പറഞ്ഞു, കേരളത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? എന്താ ഇപ്പൊ വാർത്ത? വയറ്റിൽ കത്രിക 5 കൊല്ലം. അതിനുള്ള മറുപടി എന്താ? 50 കൊല്ലം കത്രിക കിടന്നാലും കുഴപ്പമില്ല. അവരുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും ആണെങ്കിലോ? നിങ്ങൾ പാലക്കാട് നെന്മാറയിൽ കൊച്ചു വീണ് കളിച്ചപ്പോൾ വീണ് പരിക്ക് പറ്റി. ചെറിയ ചികിത്സ ചെയ്താൽ മതി. പക്ഷെ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് ആ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ആ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ കുഞ്ഞ് ചോദിച്ചു, എന്റെ കൈ എവിടെ പോയി എന്റെ അമ്മ? നമ്മളെ ചങ്ക് പൊട്ടി പോലെ കേട്ടാൽ അല്ലേ? ചങ്ക് പൊട്ടാത്ത കുറെ ആളുകളുണ്ട്. ആ കുട്ടിക്ക് ഒരു യന്ത്രക്കൈ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാകാത്ത ക്രൂരന്മാരുടെ സർക്കാരാണ് ഇവിടെ പ്രതിപക്ഷമാണ് ആ കുഞ്ഞിനെ യന്ത്രക്കൈ വെച്ചു കൊടുത്തത്. ഒന്നും ചെയ്യില്ല. ഒരു മനസാക്ഷിയുമില്ലാത്തവരുടെ സർക്കാരാണ്. UDF ഇടുക്കി നിയോജക മണ്ഡലം ചെയർമാൻ NK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ, മുതിർന്ന UDF നേതാക്കളായ PJ ജോസഫ, NK പ്രേമചന്ദ്രൻ, VK ശ്രീകണ്ഠൻ MP, K ഫ്രാൻസിസ് ജോർജ് MP, ജോസഫ് വാഴയ്ക്കൻ, ഷാനിമോൾ ഉസ്മാൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, DCC പ്രസിഡന്റ് CP മാത്യു, അഡ്വക്കേറ്റ് EM ആഗസ്തി ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. NCP ജില്ലാ പ്രസിഡന്റായിരുന്ന KT മൈക്കിൾ കോൺഗ്രസിൽ ചേർന്നു. CPIM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന KV ഷാജിയും കോൺഗ്രസിലെത്തി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പൊതുയുഗ യാത്രയിൽ ഉടുമ്പൻചോലയിലെത്തിയപ്പോഴായിരുന്നു പ്രമുഖ നേതാക്കൾ വേദിയിലെത്തി അംഗത്വം സ്വീകരിച്ചത്. മുമ്പ് കോൺഗ്രസിന്റെ ജില്ലയിലെ തന്നെ പ്രമുഖ നേതാവായിരുന്ന KT മൈക്കിൾ INTUC തൊഴിലാളികളെ സംഘടിപ്പിച്ച് തോട്ടം മേഖലയിൽ പാർട്ടിക്ക് വലിയ വേരോട്ടമുണ്ടാക്കിയ നേതാവായിരുന്നു. എന്നാൽ പാർട്ടിക്കുള്ളിലുണ്ടായ ചില പടലപ്പിണക്കങ്ങൾ മൂലം ഇദ്ദേഹം കോൺഗ്രസ് വിട്ട NCPയിൽ ചേരുകയായിരുന്നു. NCP ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റിയിലെ പ്രമുഖനുമായിരുന്നു KT മൈക്കിൾ. എന്നാൽ അടുത്ത നാളുകളിൽ NCP ജില്ലാ ഘടകത്തിലുണ്ടായ ചില അസ്വാരസ്യങ്ങളാണ് ഇദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിച്ചതെന്നാണ് വിവരം. പുതിയുഗ യാത്ര കടന്നുപോകുമ്പോൾ പല വിസ്മയങ്ങളും സംഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വിസ്മയമാണിതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്നാൽ താൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് KT മൈക്കിൾ പറയുന്നു. കോൺഗ്രസിന്റെ നിലപാടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഭവമാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ മാറേണ്ടതായിട്ട് വന്നു. പക്ഷെ അതെല്ലാം ഒരു താൽക്കാലികമാണ്. ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. മാറിയാലും നമ്മൾ കോൺഗ്രസ്സുകാരനാണ്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലെ DC ചാക്കോറോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാനത് രാജിവെച്ചു. ഞാനിപ്പോൾ സ്വതന്ത്രമായിരുന്നു. അപ്പോഴാണ് ഇവിടെ നമ്മുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ വലിയ സന്തോഷമുണ്ട്. അവിടെ വന്നപ്പോൾ ആള് തന്ന നമ്മുടെ പഴയ സഹപ്രവർത്തകർ തന്ന സ്നേഹത്തിന് നന്ദിയുണ്ട്. അതേസമയം ഉടുമ്പൻചോലയിലെ CPMന്റെ പ്രമുഖ നേതാവും ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്ന KV ഷാജിയും കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാർട്ടിയിൽ നിന്നും നടപടി നേരിടുന്ന ആളുകൂടിയാണ് ഷാജി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ചരിത്ര പ്രാധാന്യമുള്ള ആലുവ മൂന്നാർ രാജപാത സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു കിട്ടിയാൽ കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്കുള്ള ദൂരത്തിൽ 20 കിലോമീറ്ററോളം കുറവുണ്ടാകും. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. ആലുവ മൂന്നാർ രാജപാതയിലെ യാത്രാവകാശം പുനഃസ്ഥാപിക്കുക, തകർന്നുപോയ പഴയ പാത യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച ഗതാഗത യോഗ്യമാക്കുക, വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളം കുട്ടമ്പുഴ നിവാസികൾക്കും ഗുണകരമാകുന്ന പാതയോട് ചേർന്നുള്ള വികസന സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് രാജപാതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. പഴയ പൊതുമരാമത്ത് പാതയാണിതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതിനാൽ പാതയുടെ നിയമപരമായ അവകാശം PWDക്ക് തന്നെ ലഭ്യമാക്കുവാൻ സർക്കാർ ഇടപെടണമെന്ന് ജനകീയ ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു.
1924 മഹാപ്രളയത്തിനു മുമ്പ് വരെ ഹൈറേഞ്ചിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു രാജപാത. PWD രേഖകളിൽ ഇന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ മൂലമാണ് ഈ പാത ഉപയോഗശൂന്യമായി കിടക്കുന്നതിന് കാരണമെന്ന പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. രാജപാത തുറന്നു കിട്ടുന്നതിനായി എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മലയോര മേഖലകളിലുള്ളവർ കാലങ്ങളായി നിയമസമര പോരാട്ടങ്ങളിലാണ്. കോതമംഗലം പൂയംകുട്ടിയിൽ നിന്ന് കുറത്തിക്കുടി, പെരുമ്പൻകുത്ത്, കരിന്തരിവ് വഴി മൂന്നാറിലേക്ക് എത്തുന്ന പഴയ റോഡാണ് രാജപാത. കോതമംഗലത്ത് നിന്നും പൂയംകുട്ടി വരെയുള്ള 28.5 കിലോമീറ്റർ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നിർമ്മാണം നടത്തിയിരുന്നു. തുടർന്നുള്ള 26 കിലോമീറ്റർ വനം വകുപ്പ് അവകാശവാദം ഉന്നയിച്ചതാണ് തടസ്സമായത്. ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും നടത്തും. രാവിലെ 10-ന് ചെറിയ പള്ളിത്താഴത്തു നിന്ന് ആരംഭിക്കുന്ന മാർച്ച് PWD ഓഫീസിന് മുന്നിൽ സമാപിക്കും. ധർണ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും. കുട്ടമ്പുഴ, മാങ്കുളം പഞ്ചായത്തുകളിലെ കർഷകരും വ്യാപാരികളും പൊതുജനങ്ങളും പ്രതിഷേധ പരിപാടിയിൽ അണിനിരക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സിറ്റി വിഷൻ, അടിമാലി. ജില്ലയിൽ ഏലമല റിസർവ് ഭൂമികളിൽ പതിവ് അനുവദിക്കുന്നതിന് അനുമതി ലഭിച്ച ഭൂമിയിൽ ഉൾപ്പെടുന്നതും ഭൂമി പതിവിന് അപേക്ഷകൾ സമർപ്പിച്ചിട്ടില്ലാത്ത കൈവശക്കാർക്ക് പുതിയ അപേക്ഷകൾ മാർച്ച് 23 വരെ PAMS സംവിധാനം മുഖേന കട്ടപ്പന, മുരിക്കാശ്ശേരി, നെടുങ്കണ്ടം, രാജകുമാരി, ഇടുക്കി ഭൂപതിവ് ഓഫീസുകളിൽ സ്വീകരിക്കും. ഭൂപതിവിന് അപേക്ഷകൾ സമർപ്പിച്ചിട്ടില്ലാത്തവർ കൈവശക്കാർക്ക് അനുബന്ധ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കാം. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് നിലവിൽ സർക്കാർ അനുമതി ലഭിച്ച ഏല റിസർവ് മേഖലയ്ക്ക് പുറത്തുള്ളതും വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന പൂർത്തീകരിച്ച കേന്ദ്ര അനുമതി ലഭിച്ച 5000 ഹെക്ടർ ഭൂമിയിൽ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത കൈവശക്കാർക്ക് പുതിയ അപേക്ഷ സ്വീകരിക്കുന്നത് മാർച്ച് 23 വരെ ദീർഘിപ്പിച്ചു. കരിമണ്ണൂർ, പീരുമേട്, ഇടുക്കി ഭൂപതിവ് ഓഫീസുകളിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കും. തൊടുപുഴയിൽ വൻ MDMA വേട്ട. കഞ്ചാവും MDMAയുമായി യുവാക്കളാണ് പിടിയിലായത്. 39 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവുമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. തൊടുപുഴ സ്വദേശികളായ ഹാരിസൺ, തോംസൺ ജോയ് എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. അറസ്റ്റിലായ 2 പേരും സ്ഥിരം കുറ്റവാളികളാണെന്ന് എക്സൈസ് സംഘം വ്യക്തമാക്കി. തെളിവുകളുടെ അഭാവത്തിൽ 2 പെൺകുട്ടികളെ വിട്ടയച്ചെന്നും എക്സൈസ് പറഞ്ഞു. ഇന്നേ ദിവസം പാർട്ടി സഹിതം ഒളമുറ്റം, അറക്കപ്പാറ ഭാഗത്ത് നടത്തിയ പട്രോളിങ്ങിലൂടെ ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവതിക്കുന്നൽ അപ്പാർട്ട്മെൻറ്റിൽ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സഹിതം ചെന്ന് അന്വേഷിച്ച് പരിശോധിച്ചതിൽ 2 യുവാക്കൾ ലഹരിയുമായി പിടിക്കപ്പെടുകയുണ്ടായി. 39 ഗ്രാമോളം MDMA ഇവരുടെ കൈവശം കണ്ടെത്തുകയുണ്ടായി. 10 ഗ്രാം കഞ്ചാവ്, ഇവർ കടത്താൻ ഉപയോഗിച്ച വാഹനം എന്നിവ കസ്റ്റഡിയിലെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമപ്രകാരം മെഡിക്കൽ എടുക്കുന്നതിനും കോടതിയിൽ ഹാജരാക്കുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അയ്യപ്പൻകോവിൽ ഇടപ്പൂക്കുളം കൊച്ചുപുരയ്ക്കൽ KU ബെന്നിയുടെ വീടിന് തീവെച്ച കേസിൽ അടുത്ത ബന്ധു ജോസ് ഉലകനാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മേരികുളത്ത് നിന്ന് ഉപ്പുതറ SI PN പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ജോസും ബെന്നിയും തമ്മിൽ അകൽച്ചയിലായിരുന്നു. ജോസിന് ബെന്നിയോടുള്ള വൈരാഗ്യമാണ് വീടിന് തീവെക്കുന്നതിലേക്ക് നയിച്ചത്. ജോസ് കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ശനിയാഴ്ച പുലർച്ചെ 2:45-നാണ് ബെന്നിയുടെ വീടിന് തീവെച്ചത്. മുറ്റത്ത് ആളനക്കം കേട്ട് ബെന്നിയുടെ മകൻ ലിബിൻ ഉറക്കമുണർന്നു. തുടർന്ന് ബെന്നിയെയും വിളിച്ചുണർത്തി. മുൻവശത്തെ തിണ്ണയിൽ തീ കത്തുന്നത് ജനലിൽ കൂടി കണ്ടതോടെ പിൻവശത്തെ വാതിൽ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി. വീട്ടുകാർ വെള്ളം കോരിയൊഴിച്ചാണ് തീയണച്ചത്. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചാക്കിൽ നിറച്ച ഇതിൽ ഇന്ധനമൊഴിച്ചാണ് തീ കത്തിച്ചതെന്ന് മനസ്സിലായി. പിൻവശത്തെ വാതിലിനു പുറത്തും ജനലിന്റെ വശങ്ങളിലും ചാക്കിൽ മാലിന്യം നിറച്ചു വെച്ചിരുന്നു. ഇവിടെയെല്ലാം ഇന്ധനവും ഒഴിച്ചിരുന്നു. മുറ്റത്ത് മുളകുപൊടിയും വിതറിയിരുന്നു. മീറ്ററിൽ നിന്ന് ഫ്യൂസ് ഊരി മാറ്റി വൈദ്യുതി വിച്ഛേദിച്ച് മുൻവശത്ത് ക്രമീകരിച്ചിരിക്കുന്ന CCTVയുടെ പ്രവർത്തനം നിശ്ചലമാക്കിയ ശേഷമാണ് വീടിന് തീയിട്ടത്. 2 പേരും കൂടെ ഇറങ്ങി ആ തീയാണ് പുറത്തെ വാതിൽ കൂടെ ഇറങ്ങി ഉറച്ചു കേട്ടുകൊണ്ട് ആരും ഓടുന്ന ഒച്ച കേട്ടു. ഞങ്ങൾ ഒച്ച വെക്കുന്നുണ്ട്. പുറത്തെ വാതിൽ തുറന്നിറങ്ങി അവിടെ പെട്രോൾ ഒഴിച്ചിരിക്കാൻ മൊത്തം ചാക്കിൽ പ്ലാസ്റ്റിക് ഇട്ടിട്ട്, പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ചാക്ക നിറയെ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ട് പെട്രോൾ എന്തോ കെമിക്കൽ ഒഴിച്ച് തീ കത്തിരിക്കുകയാണ്. വീടിന് ചുറ്റത്തിയും ജനൽ വഴിയും വണ്ടിയിലെല്ലാം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നടന്ന ശനിയാഴ്ച രാവിലെ 11 വരെ ജോസ് സ്ഥലത്തുണ്ടായിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തിയതോടെ ജോസിനെ കാണാതായത് സംശയത്തിനിടയാക്കി. പോലീസിന്റെ അന്വേഷണം കൂടുതലും ഇയാളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഞായറാഴ്ച രാത്രി 8:45-ന് ജോസ് മേരികുളത്ത് ബസ്സിറങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തി പിടികൂടുകയായിരുന്നു. കന്യാകുമാരിക്ക് പോയെന്നാണ് ജോസ് ആദ്യം പോലീസിന് മൊഴി നൽകിയത്. പിന്നീട് കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിൽ ജോസ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
സീനിയർ സിവിൽ പോലീസ് ഓഫീസർ റെജിൻ ജോർജ്, ഹോംഗാർഡ് സെബാസ്റ്റ്യൻ എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. സിറ്റി വിഷൻ ഉപ്പുതറ. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. NRCTയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രാജാക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലയോരത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് രാജാക്കാട് കേന്ദ്രീകരിച്ച ഫയർ സ്റ്റേഷൻ വേണമെന്നത്. MLA MM മണിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഫയർ സ്റ്റേഷൻ അനുവദിച്ച നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ രാജാക്കാട്, ബൈസൺവാലി, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ഉടുമ്പൻചോല, കൊന്നത്തടി, വെള്ളത്തുവൽ എന്നീ 8 പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമാണ്. പുതിയ ഫയർ സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മം ഫെബ്രുവരി 26 10 മണിക്ക് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവറുകൾ നിർവഹിക്കുകയാണ്. 26-ാം തീയതി രാവിലെ 10 മണിക്ക് NRCT ടൗണിനടുത്ത് വെച്ച് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അറിയിക്കുകയാണ്. തിങ്ങിപ്പാർക്കുന്ന ഈ നാട്ടിൽ ഒരു ഫയർ സ്റ്റേഷൻ ഏറ്റവും അത്യാവശ്യമായിരുന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ വരുന്ന 26-ാം തീയതി നമ്മുടെ ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത്. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മത, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സ്വാഗത സംഘം ചെയർപേഴ്സണും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കിങ്ങിണി രാജേന്ദ്രൻ, കൺവീനർ ബേബിലാൽ, ട്രഷറർ VS ബിജു, ജോഷി കന്യാക്കുഴി എന്നിവരടക്കമുള്ള ഭാരവാഹികൾ രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. അടിമാലി അപ്സരാക്കുന്ന തലമാലി റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപം കൊടുംവളവിലെ നിർമ്മാണ ജോലികൾ നടത്തുന്നത് ഇനിയും വൈകിപ്പിക്കരുതെന്ന ആവശ്യവുമായി അടിമാലി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം രംഗത്ത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഈ വളവിന്റെ നവീകരണ ജോലികൾക്കായി 21 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടതാണെന്നും 1.5 മാസത്തിനുള്ളിൽ പണികൾ നടത്തിയില്ലെങ്കിൽ ഈ തുക നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകുമെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി പറഞ്ഞു. അടിമാലിയിൽ നിന്നും കുരങ്ങാട്ടി, പീച്ചാട്, മാങ്കുളം മേഖലകളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന റോഡാണ് അടിമാലി അപ്സരാക്കുന്ന തലമാലി റോഡ്. ഈ റോഡിൽ തലമാലി വെള്ളച്ചാട്ടത്തിന് സമീപമാണ് അപകട സാധ്യത ഏറെയുള്ള കുത്തനെയുള്ള കയറ്റവും കൊടുംവളവും സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്ത് നവീകരണം നടത്തി റോഡിന്റെ അപകട സാധ്യത കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടായിരുന്നു 2024-25 സാമ്പത്തിക വർഷത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് 21 ലക്ഷം രൂപ വകയിരുത്തിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ ജോലികൾ ഇനിയും വൈകുന്ന സാഹചര്യത്തിലാണ് റോഡ് നവീകരണം സാധ്യമാക്കണമെന്ന ആവശ്യവുമായി അടിമാലി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി രംഗത്തെത്തിയിട്ടുള്ളത്. 1.5 മാസത്തിനുള്ളിൽ പണികൾ നടത്തിയില്ലെങ്കിൽ വകയിരുത്തപ്പെട്ട തുക നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകുമെന്ന് CD ഷാജി പറഞ്ഞു. മാർച്ച് മാസം 30-നുള്ളിൽ ആ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അപകടങ്ങൾ ഇല്ലാതാക്കി ജനങ്ങളുടെ യാത്രാ ക്ലേശം പരിഹരിച്ച് റോഡിലൂടെയുള്ള സഞ്ചാരങ്ങൾ സുഗമമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ
അധികാരികൾ അടിയന്തരമായി കൈക്കൊള്ളണം. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറുന്നതിലൂടെ വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് ആളുകളുടെ യാത്രയെ സുഗമമാക്കാൻ കഴിയും. അല്ലെങ്കിൽ വളരെ വലിയ അപകടം ദൈനംദിനം ഉണ്ടാകുന്ന സ്ഥലമായി ഇത് മാറും. ഈ പാതയുടെ പല ഭാഗത്തും നാളുകൾക്ക് മുമ്പ് വീതി വർദ്ധിപ്പിക്കൽ ജോലി നടത്തിയിരുന്നു. ഇതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു. അടിമാലിയിൽ നിന്നും മാങ്കുളത്തേക്കുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. കൊടും വളവും കുത്തനെയുള്ള കയറ്റവും മൂലം വഴി പരിചിതമില്ലാതെത്തുന്ന ഇരുചക്ര വാഹന യാത്രികരടക്കം ഇവിടെ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ഇടയ്ക്ക് വലിയ വാഹനങ്ങളും ഈ വളവിൽ കുരുങ്ങുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ നവീകരണം എന്ന ആവശ്യം ശക്തമാകുന്നത്. സിറ്റി വിഷൻ, അടിമാലി. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധിയും ആരോഗ്യ സുരക്ഷാ പദ്ധതികളും നടപ്പിലാക്കുവാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് KJU ഉടുമ്പൻചോല താലൂക്ക് കമ്മിറ്റി ജില്ലയിലെത്തിയ പ്രതിപക്ഷ നേതാവിന് നിവേദനം നൽകി. ഉടുമ്പൻചോലയിലെ പൊതുപരിപാടിക്ക് ശേഷം പുളിയമലയിലെത്തിയാണ് നിവേദനം നൽകിയത്. വിഷയത്തിൽ സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ അംഗീകൃത ട്രേഡ് യൂണിയൻ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കഴിഞ്ഞ 16 വർഷമായി പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് ക്ഷേമനിധിയും ആരോഗ്യ പദ്ധതിയും ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. 10,000-ഓളം പേർ പ്രാദേശിക ലേഖകരായി സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ക്ഷേമനിധിയോ മതിയായ ആരോഗ്യ സുരക്ഷാ പദ്ധതികളോ നിലവിലില്ല. 2012-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ധനകാര്യമന്ത്രി KM മാണി പ്രാദേശിക ക്ഷേമനിധിക്കായി 1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തി. തുടർന്ന് പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കണക്കെടുപ്പ് ആരംഭിച്ചെങ്കിലും എല്ലാം പാതിവഴിയിൽ നിലച്ചു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും പദ്ധതി നടപ്പിലായില്ല. രണ്ടാം LDF സർക്കാരിന്റെ കാലാവധി അവസാനിക്കുമ്പോഴും ക്ഷേമനിധി പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. സമയബന്ധിതമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധിയും ആരോഗ്യ സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് നിവേദനം നൽകിയത്. KJU ഉടുമ്പൻചോല താലൂക്ക് പ്രസിഡന്റ് ജോമോൻ താന്നിക്കൽ, സെക്രട്ടറി അനീഷ് PA എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിവേദനം നൽകിയത്. സിറ്റി വിഷൻ, കട്ടപ്പന. ആകാശവാണി ദേവികുളം സ്പൈസ് FM-ന്റെ 32ാം വാർഷികാഘോഷങ്ങൾ നടന്നു. ദേവികുളം സബ് കളക്ടർ ആര്യ VM വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയറിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ VN സുഭാഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ FM നിലയത്തിലെ മുതിർന്ന ആർട്ടിസ്റ്റുകളായ ആന്റണി മുനിയറ, ബിനു റോയി എന്നിവരെ ആദരിച്ചു. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് മനീഷ് സത്യൻ കോനാട്ട്, CS രജികുമാർ, വിദ്യാപ്രകാശ്, MB ബിജു, ബിജു ദേവസ്യ, വിവറ്റ് ബ്ലെസി എന്നിവർ പ്രസംഗിച്ചു. ആകാശവാണി എഞ്ചിനീയറിംഗ് പ്രോഗ്രാം വിഭാഗം ഉദ്യോഗസ്ഥരായ രാജേന്ദ്രൻ S വിന്ദ പ്രസാദ്, TS രത്നഫായ്, ജോൺസൺ സക്കറിയ, TP മനോജ്, അനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി പകൽപൂരം ഘോഷയാത്ര നടന്നു. സേനാപതി വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന കുംഭഭരണി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പകൽപൂർ ഘോഷയാത്ര നടന്നത്. 6 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന മഹോത്സവം ഇന്ന് സമാപിക്കും. വട്ടപ്പാറ SNDP ശാഖായോഗത്തിന്റെ കീഴിലുള്ള പുണ്യപുരാതന ദേവസ്ഥാനമായ വട്ടപ്പാറ ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപന ദിവസത്തിലേക്ക് എത്തി. 6 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി പകൽപൂര ഘോഷയാത്ര വൻ ഭക്തജന പങ്കാളിത്തത്തോടെയാണ് നടത്തപ്പെട്ടത്. ക്ഷേത്ര പരിസരവും വട്ടപ്പാറ ടൗണും ഭക്തജനങ്ങളാൽ നിറഞ്ഞു. മഹോത്സവത്തിന് പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സതീഷ് ശാന്തി, വിഷ്ണു ശാന്തി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലാണ് പൂജാതി കർമ്മങ്ങൾ നടന്നത്. പ്രധാന ദിനമായ 5ാം ദിനമാണ് വട്ടപ്പാറ ടൗണിൽ നിന്നും പകൽപൂര ഘോഷയാത്ര ആരംഭിച്ച ഭംഗിയായി അലങ്കരിച്ച രഥവും പരമ്പരാഗത വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മികവേകി. വാദ്യമേളങ്ങളുടെ താളത്തിൽ നീങ്ങിയ പൂരം ഘോഷയാത്ര ഉത്സവത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതായിരുന്നു. സമാപന ദിനമായ ഇന്ന് നടക്കുന്ന ആറാട്ട് മഹോത്സവത്തോടുകൂടി ഉത്സവത്തിന് കൊടിയിറങ്ങും. മഹോത്സവത്തിന് ക്ഷേത്രം പ്രസിഡന്റ് UM രവി, സെക്രട്ടറി ശ്യാമള സാജു, യൂണിയൻ കമ്മിറ്റി അംഗം TV സന്തോഷ, വനിതാ സംഘം പ്രസിഡന്റ് സ്മിത പ്രസാദ്, സെക്രട്ടറി അനുമോൾ കണ്ണൻ, കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സംഘം ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, സേനാപതി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി
സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണഗ്രാമിന് 14,830 രൂപ, പവന് 1,18,640 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന സംസ്ഥാന സർക്കാർ. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി നൽകിയ നിവേദനത്തിന് മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ടൂറിസം സാധ്യതകളുടെ പരിപോഷണം നാടിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കോളപ്പറ കാഞ്ഞാർ ഇറിഗേഷൻ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള ആലുവ മൂന്നാർ രാജപാത പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭം വീണ്ടും ശക്തമാകുന്നു. രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ജനകീയ മാർച്ചും ധർണയും. NRCTയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന രാജാക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ ഉദ്ഘാടനം 26-ന് മുഖ്യമന്ത്രി നിർവഹിക്കാം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ഭാരവാഹികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.